പാവപ്പെട്ടവരുടെ ക്ഷേമത്തിൽ കൈയിട്ട് വാരിയവർക്കെതിരെ പ്രത്യേക ആക്ഷൻ എടുക്കുമോ എന്നുടൻ അറിയാം. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം പുരോഗമിക്കുന്നു. ധനകാര്യ തദ്ദേശ വകുപ്പ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നു. വാർത്താക്കുറിപ്പിലൂടെ യോഗ വിവരങ്ങൾ കൈമാറാനാണ് സാധ്യത. TS ഹരീഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. ഹരി, യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? വിവരങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ? അതോ ഈ പറഞ്ഞതുപോലെ ഒരു വാർത്താക്കുറിപ്പിൽ ഒതുക്കുമോ കാര്യങ്ങൾ? യോഗം പുരോഗമിക്കുകയാണ്. സർക്കാർ ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇതിൽ ഏത് തരത്തിലുള്ള ഒരു അന്വേഷണം വരും എന്നുള്ള കാര്യം ഈ യോഗത്തിന് ശേഷം നമുക്ക് പറയാൻ സാധിക്കും. അതായത് ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അനർഹർ എങ്ങനെ കയറിക്കൂടി, ഈ അനർഹരെ കയറ്റിയത് ആരൊക്കെ എന്നുള്ള കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരേണ്ടത്. ഇത് ഏത് രീതിയിൽ അന്വേഷിക്കും, ഈ അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ ഏത് തരത്തിലുള്ള നടപടി ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ യോഗത്തിന് ശേഷം പറയാൻ സാധിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുമ്പോൾ യോഗം കഴിഞ്ഞതിന് ശേഷം വാർത്താക്കുറിപ്പിലൂടെ ആയിരിക്കും യോഗത്തിലെ വിവരങ്ങൾ, കൈക്കൊണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് അറിയാൻ സാധിക്കുക. അതിനുശേഷം ഒരു പ്രതികരണം വരികയാണെങ്കിൽ ഒരുപക്ഷെ അത് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നായിരിക്കും. ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1:30 കൂടി ഈ യോഗം കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ അനർഹരെ കണ്ടെത്തി അവർക്കെതിരെ നടപടിയുണ്ടാകും, അന്വേഷണമുണ്ടാകും തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ക്രമക്കേട് കാണിച്ച ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ മടിക്കുന്നത്? മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ യോഗം ചേരുന്നു എങ്കിൽ കൂടിയും ഈ അനർഹരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് കാരണം നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തതുപോലെ തന്നെ ധനമന്ത്രിയുടെ ഉൾപ്പെടെയുള്ളവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തെറ്റ് ചെയ്തിട്ടുള്ളവർ മാത്രം പേടിച്ചാൽ മതി, ഇല്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല. പേരുവിവരങ്ങൾ പുറത്തുവിടാൻ ഇപ്പോൾ പ്രാഥമികമായ ഒരു അന്വേഷണം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ള ഒരു ന്യായീകരണത്തോടു കൂടി മന്ത്രി മടങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുവരെയുള്ള ഒരു മന്ത്രിമാരുടെ പ്രതികരണവും ഒപ്പം തന്നെ നടപടിക്രമങ്ങളൊക്കെ വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇനിയും പേര് വിവരങ്ങൾ പുറത്തുവിടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഒരുപക്ഷെ പുറത്തു വിടുകയാണെങ്കിൽ അത് കൃത്യമായ ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ പുറത്തുവിടാൻ സാധിക്കൂ എന്നവർ ന്യായീകരിക്കുന്നുണ്ട്. ശരി, ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും യോഗം പുരോഗമിക്കുകയാണ്.